ജീവിതം ഒരു യാത്രയാണ്. നമ്മളെല്ലാം സഹയാത്രക്കാരാണ്. ജീവിതമെന്ന വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. ഓരോ ജംഗ്ഷനിൽ കുറച്ച് പേർ ഇറങ്ങുന്നു, കുറച്ച് പേർ കയറുന്നു. വണ്ടി ലക്ഷ്യത്തിൽ എത്തിച്ചേരും. യാത്രക്കാർ മാറിക്കൊണ്ടേയിരിക്കും. 100 വർഷം മുമ്പ് വല്യപ്പനും വല്യമ്മയും നമ്മുടെ കുടുംബ വണ്ടി യാത്ര ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ പൂർവികർ, നമ്മൾ, പിന്നെ വരുന്ന തലമുറ. വണ്ടി യാത്രക്കാരുടെ സ്വന്തമല്ല, ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം മാത്രമാണ്. ആ തിരിച്ചറിവാണ് നമ്മളെ നയിക്കുക, തിരുത്തുക. നമ്മൾ വാടക വീട്ടിലെ താമസക്കാരാണ്. ഒരു ദിവസം സ്വന്തം വീട് വിട്ട്, സ്വന്തം ജോലി വിട്ട്, സ്വന്തം ഓഫീസ് വിട്ട്, സ്വന്തം പൊസിഷൻ വിട്ട് നമ്മളൊക്കെ യാത്രയാവും. ആ ഒരു ചിന്ത നമ്മളുണ്ടാകണം. അലക്കുകാരനെ തുണി അലക്കാൻ ഏൽപ്പിച്ചു. അവൻ തുണി അലക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് അവൻ ഉടമസ്ഥന് തുണി തിരിച്ചു കൊടുക്കണം. ഒരാഴ്ച അത് കൈ പിടിക്കാം. ഇത്രയേ ഉള്ളൂ ജീവിതം. മനുഷ്യനിൽ ഭർത്താവ്, ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ, സ്വത്ത്, പൊസിഷൻ, സ്ഥാനമാനങ്ങൾ എല്ലാം അലക്കുകാരനെ ഏൽപ്പിച്ച തുണി പോലെയാണ്. ഒരു ദിവസം അതെല്ലാം വിട്ടിട്ട്, അതെല്ലാം ഇട്ടിട്ട് നമ്മൾ യാത്രയാകണം. അപ്പോൾ ഒരു തിരിച്ചറിവുണ്ടാവും, എനിക്കൊന്നും സ്വന്തമായില്ല, ഞാനൊന്നിൻ്റെയും സ്വന്തവുമല്ല. ആ അറിവ് നമ്മളെ എളിമയുള്ളവരാക്കും, വിനയമുള്ളവരാക്കി മാറ്റും. ഒന്നിനോടും ആസക്തി കാണിക്കാതെ, ആർത്തി കാണിക്കാതെ, അള്ളിപ്പിടിക്കാതെ ജീവിതം നമുക്ക് കൊണ്ടുപോകാം. നന്ദി, നമസ്കാരം. 89.6 FM സർഗക്ഷേത്ര.